ഈശോയിലെ പ്രിയമുള്ളവരെ, നമ്മളിന്ന് ശത്രുക്കൾക്ക് മുൻപിൽ വിരുന്നൊരുക്കുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? എനിക്ക് ശത്രുക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മളെ ഇഷ്ടമില്ലാത്ത മനുഷ്യർ എല്ലായിടത്തും ഉണ്ടാവും അല്ലേ? അതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവാം, നമ്മുടെ ജോലി സ്ഥലത്തുണ്ടാകാം, നമ്മുടെ അയൽപ്പക്കങ്ങളിലുണ്ടാകാം. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് അവർക്ക് നമ്മളോട് വെറുപ്പായി, അവർക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ തെറ്റിന്റെ ഫലമായിട്ട് നിങ്ങൾ വെറുപ്പിനെയും എതിർപ്പിനെയും ഒക്കെ നേരിടുന്നുണ്ടെങ്കിൽ അത് കർമ്മത്തിന്റെ, നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ പരിണിത ഫലമാണ്. അതിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടി നമുക്ക് മാനസാന്തരപ്പെട്ട ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതേസമയം നമ്മളൊന്നും ചെയ്തില്ല എങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ ഒരു കാരണവുമില്ലാതെ ആളുകൾ വെറുക്കും, നമ്മൾ ഒരു കാരണമില്ലാതെ ആളുകൾ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനുകൾ ഇപ്പോൾ ജോലി മേഖലയിലൊക്കെ വളരെ കോമ്പറ്റേറ്റീവായിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇനി നമ്മളെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണത്തിന് ഇഷ്ടപ്പെടാതെ വരുന്ന മനുഷ്യരുണ്ടാകും. നമുക്ക് ഒരു കാരണവും ഇല്ലാതെ നമുക്ക് ചിലരോട് വെറുപ്പ് തോന്നുന്നുണ്ടാകാം. അങ്ങനെ അവസ്ഥയിലൊക്കെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ ഇഷ്ടമില്ലാത്ത ആ ആളുകളോട്, അവരുടെ ഇടയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. എൻ്റെ ജീവിതാനുഭവത്തിലൂടെ തന്നെയാണ് കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 4 മുതലുള്ള വാക്യത്തിൽ കർത്താവിൻ്റെ ദാസൻ എന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ആദ്യത്തെ ഭാഗങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്, താടി മീശ പറിച്ചവർക്ക് ഞാൻ കവിള് കാണിച്ചു കൊടുത്തു, അടിച്ചവർക്ക് ഞാൻ പുറം കാണിച്ചു കൊടുത്തു, അങ്ങനെയുള്ള ഭാഗങ്ങളാണ്. അതായത് ഒരു വ്യക്തിക്ക് ഉപദ്രവം ഉണ്ടായി എന്ന് തന്നെയാണ് ആദ്യത്തെ വരികളിൽ എഴുതി വച്ചിരിക്കുന്നത്, ആദ്യത്തെ വചന ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും, മോശം അനുഭവം ഉണ്ടാകും. അത് ചിലപ്പോൾ നമുക്ക് തടയാൻ പറ്റില്ല. ചില അനുഭവങ്ങൾ നമുക്ക് ചിലപ്പോൾ തടയാൻ പറ്റില്ല, ചില അനുഭവങ്ങൾ തടയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ കൂടുതൽ ശക്തയാക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ, ഇങ്ങനെയും മനുഷ്യരുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. പക്ഷേ നിങ്ങളെ അത് കാര്യമായി ബാധിക്കാതിരിക്കാനും, നിങ്ങൾ അവരുടെ മുമ്പിൽ തോറ്റുപോകില്ല എന്ന് ഉറപ്പ് തരാനും, ആ വ്യക്തികളുടെ മുമ്പിൽ തന്നെ നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളെ ഉയർത്താനും കഴിവുള്ള കർത്താവ് ഉണ്ടെന്ന് അറിയിക്കാനുമായിട്ട് അടുത്ത വരികളിൽ വചനഭാഗങ്ങളിൽ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല, ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി അവർ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്, അവരതിന് ചില ആക്ഷനുകളൊക്കെ എടുക്കുന്നുണ്ട്. ചിലപ്പം അതെൻ്റെ അടുത്തേക്ക് ഒരു ഉപദ്രവം പോലെ വരുന്നുമുണ്ട്. പക്ഷേ അത് എന്നെ അങ്ങോട്ട് തകർത്ത് കളയാനോ, അല്ലെങ്കിൽ എൻ്റെ ഒരു യാത്രയ്ക്ക്, അതിപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൻ്റെ യാത്രയ്ക്ക്, പേഴ്സണൽ ലൈഫിലാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ യാത്രകൾക്ക്, എൻ്റെ മുന്നോട്ടുള്ള മൂവ്മെൻറ്റുകളുണ്ട്, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ആ യാത്രയ്ക്കൊന്നും ഒരു തടസ്സം ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല എന്ന് തന്നെയാണ് ദൈവവചനം പറയുന്നത്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇവർ ഇങ്ങനെ ചെയ്താൽ നമുക്കതൊരു പ്രശ്നമാവില്ലേ എന്ന് തോന്നും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവവും, എനിക്ക് വേണ്ടി പൊരുതുന്ന ഒരു ദൈവവും, എന്നെ സംരക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സ്വർഗവും ഉള്ളപ്പോൾ മനുഷ്യനെ കണ്ട് പേടിക്കുക എന്ന് പറയുന്നതല്ലേ ഒരു അറിവില്ലായ്മ, ഒരു വിവരക്കേടായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് നീതി നടത്തിത്തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്. അതായത് നീതി നടത്തി തരണമെങ്കിൽ നീതി നിഷേധം ചിലപ്പോൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണ്, ഞാനായിട്ടൊരു ഉപദ്രവത്തിനും പോയില്ലല്ലോ കർത്താവ്, അവരായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുമല്ലേ, അപ്പോൾ എനിക്ക് നീതി നടത്തി തരണ്ടേ? അപ്പം നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്, നിങ്ങൾക്ക് നീതി നടത്തി തരണം. ഞാൻ തിരിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ നീതി നടത്തി തരണമേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമായിരിക്കും. അതായത് ഞാൻ അതേ നാണയത്തിൽ തിരിച്ചടിക്കരുത്. തിന്മ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തിയെ അതേ നാണയത്തിൽ തിന്മ ചെയ്തുകൊണ്ട് നിങ്ങൾ മനുഷ്യരാണ്. ഞാനും ഇടയ്ക്ക് ഈ മാനുഷിക അസ്വസ്ഥത വരുമ്പോൾ കൂട്ടുകാരോട് ഷെയർ ചെയ്യാറുണ്ട്, ഇങ്ങനെ ചെയ്തോടോ, അവരെന്നെ ഇങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ ചെയ്തു എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അതല്ല, ഡയറക്റ്റ്ലി നമ്മൾ നമ്മുടെ ശത്രുവിന് ഉപദ്രവം ഉണ്ടാക്കാൻ പോവുകയല്ല. ഇവിടെ നമുക്ക് വേണ്ടി പൊരുതുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ ടെക്നിക്കുകൾ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ദൈവം എന്താണ് ചെയ്യുന്നത്, എന്താണ് ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്? മുന്നിലുള്ള ജനത്തിന്, ഇസ്രായേൽക്കാർ സ്വയം പേടിക്കുകയാണ്, ഹൈറ്റ് ഉണ്ട്, അവർ വലിയ മല്ലന്മാരാണ്, ഞങ്ങൾ എങ്ങനെയാണ് ആ രാജ്യത്തിന്, ആ നാടിനെ മറികടന്നു പോവുക? എന്താ കർത്താവ് പറഞ്ഞേ? നിങ്ങളുടെ ഉള്ളിലുള്ളവരിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുക, ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അതിൽ വിശ്വസിക്കുക. ഇത്രയേ ഉള്ളൂ. ജീവിതം പലതരം ശത്രുക്കളെ നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. അത് വരണം എന്നുള്ളതൊരു വിധിയായിരിക്കാം. ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുണ്ട്.
നമ്മൾ ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ട്. ഇത് ഞാൻ പറയും ഏറ്റവും അടുത്ത റിലേഷൻഷിപ്പ്, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും ഒരു പക്ഷെ നിങ്ങളെ മാനസികമായി തകർക്കുന്ന പ്രത്യേക മാനസികാവസ്ഥയുള്ള ഒരു പങ്കാളി ഉണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ മദർ ഇൻലോയോ അങ്ങനെയൊക്കെ പറയുമല്ലോ. നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ പോലും നിങ്ങൾ തെറ്റ് ചെയ്യാതെ നിങ്ങൾ ഉപദ്രവിക്കപ്പെടുകയും നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, എനിക്കിങ്ങനത്തെ അവസ്ഥയുണ്ട്. ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ നിന്നും എനിക്ക് നീതി നിഷേധിക്കപ്പെട്ട അവസ്ഥയുണ്ട്. ആ സമയത്ത് എനിക്ക് ദൈവത്തിലേക്ക് വരുന്നത് വരെ ഞാൻ തകർന്ന് പോയിട്ടുണ്ട്. പക്ഷെ ദൈവത്തിലേക്ക് വന്നതിന് ശേഷം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും ദൈവം സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിലൂടെയൊക്കെ എൻ്റെ യാത്ര മുന്നോട്ട് തന്നെ പോയിട്ടുള്ളത്. ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അത് വേറെ ഒരു എനിക്ക് എൻ്റെ ജേണിക്ക് യാതൊരു പ്രശ്നം വന്നിട്ടില്ല. അപ്പം ഞാൻ ഇപ്പം ഇരുന്ന് ആലോചിക്കുമ്പോൾ തോന്നി, ഇത്രയധികം പ്രശ്നം ഉണ്ടായിട്ട് ദൈവമേ എനിക്ക് എങ്ങനെയാണ് ഇതിലൂടെയൊക്കെ കടന്നു വരാൻ പറ്റിയത്? അത് എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസമാണ്, ഞാൻ പുറമേ ഉള്ളവനുള്ള വിശ്വാസമല്ല. ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ ഇവർക്കൊക്കെ എന്നേക്കാളും ശക്തരാണ്, ഇവർക്ക് പണമുണ്ട്, പവറുണ്ട്, എൻ്റെ ശത്രുക്കൾ എന്നേക്കാളും ശക്തരാണ്, ഇസ്രായേൽ ജനം പറഞ്ഞതുപോലെ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ലോകത്തിൻ്റെ നിർമ്മാതാവാണ്, ലോകം സൃഷ്ടിച്ചവനാണ് എൻ്റെ അപ്പൻ. എൻ്റെ ഉള്ളിലുള്ളവൻ്റെ വലിപ്പം എനിക്കറിയാം. അപ്പം എനിക്ക് വേണ്ടി എനിക്ക് ചിറകുകളില്ലായിരിക്കാം. ഒരു ഉപദ്രവം ഉണ്ടായാൽ, ഒരു പൈശാചി ശക്തിയെ ഉപദ്രവിച്ചാൽ എന്നെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ചിറകുകൾ എനിക്കില്ലായിരിക്കാം. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ ചിറകുകൾക്ക് കീഴിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ദൈവമാണ് എന്നെ പൊതിഞ്ഞു പിടിക്കുന്നത്. എനിക്ക് കരങ്ങൾ പോലും ഇല്ലെങ്കിലും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അയക്കുന്ന മാലാക വൃന്ദം, അവരുടെ മാലാക ചിറകിനാൽ എന്നെ സംരക്ഷിക്കും എന്നുള്ളൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായത്. എന്നെ താഴ്ത്തിക്കെട്ടാനും അല്ലെങ്കിൽ നിങ്ങളെ തരം താഴ്ത്താനും നിങ്ങളുടെ കഴിവുകേടുകളെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്താനും ആളുകൾക്ക് പറ്റും, തീർച്ചയായിട്ടും പറ്റും. അതിനുള്ള കഴിവ് മനുഷ്യനുണ്ട്. പക്ഷെ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നവനാണെങ്കിൽ, നിങ്ങളുടെ കോൺസെൻട്രേഷൻ നിങ്ങൾ ദൈവത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ, പ്രിയപ്പെട്ട മനുഷ്യരെ, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്, നിങ്ങൾ ദൈവത്തിൽ നിങ്ങളുടെ ഹൃദയം ഉറപ്പിക്കുക. ദൈവം അനുവദിക്കുന്ന പരാജയങ്ങൾ ഉണ്ടാകട്ടെ, അതിന് ദൈവത്തിന് ഒരു നന്മയായ ഉദ്ദേശമുണ്ട്. നമ്മുടെ അപ്പനാണ്, ഒരു നല്ല മെൻറ്ററെ പോലെയാണ് ദൈവം, ഒരു നല്ല ഗുരുവാണ് ദൈവം. അപ്പം ഞാൻ പരാജയപ്പെട്ട് പഠിക്കേണ്ട പാഠങ്ങൾ ദൈവം എന്നെ പരാജയപ്പെടുത്തും. പക്ഷെ എൻ്റെ നന്മയല്ലാത്ത ഒന്നും എന്നിലേക്ക് ദൈവം കൊണ്ടുവരില്ല. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യണം. അപ്പം എനിക്ക് ഉപദ്രവം ഉണ്ടാകാം, എനിക്ക് വേദന ഉണ്ടാകാം, സ്ട്രഗിൾ ഉണ്ടാകാം, പക്ഷെ എനിക്ക് വേണ്ടതെല്ലാം എന്നിലേക്ക് തന്നെ വരും. ഇപ്പം എനിക്ക് അവസരങ്ങൾ നിഷേധിക്കുന്ന ഒരിടത്താണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ എനിക്കൊരു ചാൻസ് കിട്ടിയാലേ, ഇപ്പോൾ ജോലി മേഖലയിലൊക്കെ നമ്മളെ പ്രൂവ് ചെയ്യാൻ നമുക്കൊരു ചാൻസ് കിട്ടിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു 10 പേര് നിന്ന് നിങ്ങൾക്ക് അതിലേക്ക് വരുന്നതിന് തടയുവാണെന്ന് കരുതുക. പക്ഷെ നിങ്ങൾ എന്ത് വിശ്വസിക്കണം? എനിക്ക് തരാൻ വെച്ചത് എനിക്ക് കിട്ടും, എനിക്ക് ദൈവം തരാൻ വെച്ചത് എനിക്ക് കിട്ടും. അത് തടയാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. നിങ്ങൾ മനുഷ്യരിലേക്കല്ല ദൈവത്തിലേക്കാണ് നോക്കേണ്ടത്. എനിക്ക് വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. ഒരു വ്യക്തിത്വം ഉണ്ടാകുക എന്നുള്ളതാണ് ബാല്യം മുതലേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തൊക്കെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ നിങ്ങൾ സാമ്പത്തികമായിട്ട് ദരിദ്രരാണെങ്കിൽ, നിങ്ങൾ ബലമില്ലാത്തവരാണ്, അത് പൊതുവെ സമൂഹം മനുഷ്യനെ വിലയിരുത്തുമ്പോൾ ഇവനിപ്പോൾ ഇത്രയ്ക്കൊക്കെ പ്രാപ്തിയുള്ളൂ, അല്ലെങ്കിൽ ഇവനെ ഉപദ്രവിച്ചാൽ ആരും ചോദിക്കത്തില്ല, അല്ലെങ്കിൽ ഇവൻ ദരിദ്രനായതുകൊണ്ട് ഇവൻ നിസ്സഹായനാണ്, അപ്പം അതുകൊണ്ട് ഇവന് കുറച്ച് സാലറി കൊടുത്ത് ഇവനെ ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവനോട് ഇച്ചിരി ദേഷ്യത്തിൽ പറഞ്ഞാൽ ഇവൻ ഈ ജോലി കളഞ്ഞ് പോകാനൊന്നും പോകുന്നില്ല, കാരണം ഇവന് വേറെ എവിടെ പോകാനാണ്, അല്ലെങ്കിൽ ഇവനോട് ഇങ്ങനെ പെരുമാറാം, ഇവന് വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ, അപ്പോൾ ഇതൊക്കെ സഹിച്ച് നിന്നോളും. ഇത്തരത്തിലുള്ള ഒരുപാട് പൈശാചിക സ്വഭാവങ്ങൾ മനുഷ്യരിലൂടെ നിങ്ങളിലേക്ക് വരും. എനിക്ക് പറയാനുള്ളത്, ചിലപ്പോൾ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇല്ലാത്തവൻ പലതിനെയും നേരിടേണ്ടി വരും. നമുക്ക് ശരിയാരും മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവരുടെയുള്ള ജോലി സ്ഥലത്ത് എത്രയൊക്കെ അപമാനിക്കപ്പെട്ടാലും ആ ജോലി വിട്ട് കഴിഞ്ഞ് നമ്മുടെ കുടുംബം പട്ടിണിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ ജോലിയെ നമ്മൾ സ്വീകരിക്കും. വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല. അവരെന്ത് സംഭവിച്ചാലും നമ്മളതിനെ ഫേസ് ചെയ്യും. കുറേ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യണം. എവിടെ പോയാലും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം അതിങ്ങനെ ഒളിച്ചോട്ടം ഒന്നൊന്നിനും പരിഹാരമല്ല. പക്ഷെ ഞാൻ അനുഭവിച്ചൊരു കാര്യമുണ്ട്. തല താഴ്ത്തി നിൽക്കാൻ മാത്രം ഉള്ള ഒന്നും എനിക്കില്ല. എനിക്ക് ദാരിദ്ര്യമുണ്ടാകാം, ഞാൻ എന്ന വ്യക്തി ഒരു പെർഫെക്റ്റ് പേഴ്സൺ അല്ലായിരിക്കാം, പക്ഷെ എനിക്ക് എൻ്റെതായ കഴിവുകളുണ്ട്, എനിക്ക് കുറവുകളുണ്ടാകും. എന്തൊക്കെ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് കുറവാണെന്ന് തോന്നിച്ചാലും എൻ്റെ തല താഴ്ന്നു നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിലൂടെയാണ് എന്നെ കാണുന്നത്. ഞാനൊരു വിലപിടിപ്പുള്ള സൃഷ്ടിയാണ്. അവനവൻ്റെ വർത്ത് നമ്മൾ മനസ്സിലാക്കണം, വില നമ്മൾ മനസ്സിലാക്കണം. അഹങ്കാരത്തിനല്ല ഞാൻ പറയുന്നത്, ആത്മവിശ്വാസമുള്ള മനുഷ്യരാവണം.
എനിക്ക് ലോജിക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം എൻ്റെ ദൈവം എന്നെ അനാദി മുതലേ കണ്ട് ഒരുപാട് ആഗ്രഹത്താൽ ദൈവത്തിൻ്റെ കരവേലയായിട്ട് എൻ്റെ കണ്ണും മൂക്കും എൻ്റെ ഈ സ്വഭാവ രീതിയും എൻ്റെ ശരീരവും മനസ്സും എല്ലാം ഒരുപാട് കൊതിയോടും ആഗ്രഹത്തോടെയും സ്നേഹത്തോടെയും എൻ്റെ അപ്പൻ എന്നെ സൃഷ്ടിച്ചു. അപ്പോൾ എൻ്റെ വില എന്താണ്? അപ്പോൾ മറ്റുള്ളവർ എനിക്ക് വില തരുന്നുണ്ടോ വില തരുന്നില്ലേ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. ഞാൻ എന്തിന് തല താഴ്ത്തി നിൽക്കണം? ഞാൻ തല താഴ്ത്താറുണ്ട്. എപ്പോഴാണെന്ന് പറയുന്നത്, തിന്മ ചെയ്തു എന്ന് എനിക്ക് തോന്നുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് പോകും. കാരണം എനിക്കറിയാമോ ഞാൻ ചെയ്ത് തെറ്റാണ്. അതിന് പരിഹാരം ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ അത് ഏറ്റു പറയുന്നത് വരെ, എൻ്റെ അപ്പ എനിക്ക് തെറ്റിപ്പോയി എന്ന് ഞാൻ നിലവിളിച്ച് കരയുന്നത് വരെ ഞാൻ ചിലപ്പോൾ തല കുറച്ചൊന്ന് താഴ്ത്തിയെന്നിരിക്കും. അതല്ലാത്ത പക്ഷം എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ ഒരു ചാൻസ് ജീവിക്കാൻ തന്നു. ഈ ഭൂമി എനിക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. അത് ഞാൻ എത്ര കഴിവില്ലാത്ത ആളാണെങ്കിലും, ഞാൻ അംഗവൈകല്യമുള്ള ആളാണെങ്കിലും, ഞാൻ മെൻ്റലി ഹെൽത്തി അല്ലാത്ത ഒരാളാണെങ്കിലും, എന്തെങ്കിലുമൊക്കെ വൈകല്യം, മാനസികമോ ശാരീരികമായ വൈകല്യമുള്ള ആളാണെങ്കിലും, ഞാൻ ഇരിക്കാൻ മാത്രം കഴിയുന്ന ഒരാളാണ്, നടക്കാൻ പോലും ആര് തന്നെ ആണെങ്കിലും, ലോകം നിങ്ങളെ എത്ര ഇതിൽ കണ്ടാലും ശരി, നിങ്ങളുടെ വില എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിങ്ങൾ അമൂല്യരാണ്. അത് ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കണം. ഒരു ചെറിയ കല്ലിനെ പോലും കർത്താവ് അത്രമേൽ സൂക്ഷ്മതയോടുകൂടെയാണ് അതിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പൂവിനെ പോലും അത്ര സൂക്ഷ്മതയോടുകൂടിയാണ്. അപ്പം എൻ്റെ വില എന്താണ്? അപ്പം എൻ്റെ വില എന്ന് പറയുന്നത് എൻ്റെ മാനേജറിൻ്റെ കണ്ണിലൂടെ കാണുന്നതല്ല എൻ്റെ വില. അതൊക്കെ നമ്മളെ ബാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മെൻ്റലി സ്ട്രെസ്ഡ് ആവുന്നത്. ഞാൻ ആരാണ് എന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് ആ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഐ നോ ഹു ഐ ആം. എനിക്കറിയാം ഞാൻ ആരാണെന്ന്. ഞാൻ ആരാണെന്ന് അറിയാവുന്നിടത്തോളം ഭൂമിയിലെ ഒരു മനുഷ്യനും എന്നെ ചെറുതാക്കി കാണിക്കുമ്പോൾ ഞാൻ വേദനിക്കേണ്ട കാര്യമില്ല, ഞാൻ പരാജയപ്പെടേണ്ട കാര്യമില്ല. അവരെന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും എനിക്കൊരു മോശം അനുഭവം ഉണ്ടാകുന്നില്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ കഴിയുന്നൊരു ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ എൻ്റെ വർത്ത് എനിക്കറിയാം, ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ഞാൻ തല താഴ്ത്തി നിൽക്കേണ്ട ഒരാളല്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തല താഴ്ത്തി നിൽക്കാം. അതല്ലാത്ത പക്ഷം ഞാൻ തല ഉയർത്തി തന്നെ നിൽക്കും. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ അർത്ഥത്തിലും നമ്മളൊരു വ്യക്തിയാകാൻ വേണ്ടിയല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ അവരിത് പറഞ്ഞു ഇവരിത് പറഞ്ഞു എന്ന് കരുതി നിങ്ങളുടെ വില ഇടിയുന്ന ഇല്ല. എനിക്കൊരു വിലയും ഇല്ല. കോംപ്ലക്സുകളിലേക്കൊന്നും പോകരുത്. നിങ്ങൾ അമൂല്യരാണ്. നിങ്ങൾ ആര് തന്നെയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു ജോലിയും ഇല്ല, നിങ്ങൾ പേപ്പറുകളൊക്കെ തോറ്റുപോയി, നിങ്ങൾക്കൊരു ജോലി കിട്ടിയിട്ടില്ല, ഇതൊന്നും അല്ല നിങ്ങളുടെ ഇതെല്ലാം മനുഷ്യരുടെ കണ്ണിലൂടെ ലോകത്തിൻ്റെ ഭാഷയിൽ ഇതായിരിക്കാം. പക്ഷെ ദൈവം നിങ്ങളെ രക്ഷിക്കാൻ, ഇപ്പം ഞാൻ 25-ാമത്തെ വയസ്സിലാണ് ദൈവത്തിലേക്ക് വരുന്നത്. ദൈവത്തിന് ഒരാളെ എപ്പോൾ വേണമെങ്കിലും രാജകീയമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ജസ്റ്റ് ഒന്ന് അനുരഞ്ജനപ്പെടുന്ന ഒരു നിമിഷത്തിൻ്റെ ഒരു വെയിറ്റ് മാത്രമേ ദൈവത്തിനുള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് ദൈവം കാത്തിരിക്കുന്നത്. നിങ്ങൾ അമൂല്യരാണ്. ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുക. ഒരു ശാഖ തന്നെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഒരു കാറ്റ് വീശുമ്പോഴേക്കും അല്ലെങ്കിൽ ചെറിയൊരു വെയിൽ വരുമ്പോഴേക്കും നമ്മൾ വാടിപ്പോകും. പക്ഷെ ഞാൻ നിൽക്കുന്നത് എൻ്റെ കർത്താവായ ദൈവം എന്ന ആ ഒരു വലിയ വൃക്ഷത്തിലോട് ചേർന്നാണ്. അപ്പം എൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഞാനെന്ന ശാഖയെ ആശ്രയിച്ചല്ല, എൻ്റെ അപ്പനായ ഈ മരത്തിൻ്റെ ആ ഒരു ഫലഭൂഷ്ഠിതയും അതിൻ്റെ ഒരു രാജകീയത്വം അനുസരിച്ചിട്ടാണ് ഞാൻ വളരാൻ പോകുന്നത്. സോ ദൈവത്തിൽ കാലുറച്ചു വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ വളർന്നുകൊണ്ടേയിരിക്കും. അതാണ് ദൈവം പറയുന്നത്, നിങ്ങൾ വേരൂന്നി വളരും, നിങ്ങൾ ഫലഭൂഷ്ടമായ ഒരു സ്ഥലമായിരിക്കും. നിങ്ങൾക്ക് ഇനി അവിടെ വെള്ളമുണ്ടാകും, വെളിച്ചമുണ്ടാകും, എല്ലാ വചന ഭാഗങ്ങളിലും ഉണ്ട്. ഇതറിയാവുന്ന ഞാൻ എന്തിനാണ് മറ്റുള്ളവരുടെ കണ്ണിലൂടെ എന്നെ കണ്ടിട്ട് ഞാനൊരു അയ്യോ എന്നെ ഒന്നിനും കൊള്ളൂല, എനിക്കൊന്നിനും കൊള്ളൂല എന്ന് പറയണ? ഐ എം ഗുഡ്. എൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ളവരിലുള്ള എൻ്റെ വിശ്വാസമാണ്. എന്നെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചു. മറ്റുള്ളവർക്ക് പോരായ്മ കാണാം, അത് അവരുടെ കുഴപ്പമായിരിക്കും. എല്ലാ മനുഷ്യനും വ്യത്യസ്തരല്ലേ. അപ്പോൾ ഒരിക്കലും മറ്റുള്ളവരുടെ കണ്ണിലൂടെ നിങ്ങളെ കാണരുത്. ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നും അല്ല, കുഞ്ഞു കുട്ടികളോട് പറയേണ്ട കാര്യങ്ങളാണ്. ടീനേജേഴ്സിനോടോ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനോടൊക്കെ പറയേണ്ടത്. എന്നെ കേൾക്കുന്നവർ എന്നെക്കാളും ജീവിതാനുഭവങ്ങളുള്ളവരാണ്. പക്ഷെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലൂടെയും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വെളിച്ചമുണ്ട്. ദൈവവചനമാകുന്ന ആ വെളിച്ചത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അതല്ലാതെ നിങ്ങൾ പുറമേയുള്ള ഇരുട്ടിൻ്റെ വലിപ്പം കണ്ട് പേടിക്കരുത്. ഇത് ഞാൻ ഈ അടുത്താണ് കേട്ടോ പഠിച്ചത്. ഞാൻ പഠിക്കുന്നതനുസരിച്ച് നിങ്ങളോട് പറയുന്നതെന്നുള്ളൂ. ഞാൻ ആലോചിക്കുന്നത് എന്താണ്, അവിടെ ഇരുട്ടാണ്, അവിടെ പ്രശ്നമുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ഇവരേക്ക് എന്നെ ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര വിഷമമാണ്, അവർക്ക് എന്നോട് വെറുപ്പാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെയല്ല. ഇതിൻ്റെ ഒക്കെ നടുവിലൂടെ കർത്താവ് നമ്മളെങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകും. എന്നിട്ട് കർത്താവ് പറയുന്നതാണ്, നമ്മളെ പുറമേ ഉള്ള ഇരുട്ടിൻ്റെ വലിപ്പമൊന്നും നിന്നെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. നിൻ്റെ ഉള്ളിലുള്ള ആ പ്രകാശമുണ്ടല്ലോ, അത് നിന്നെ നയിച്ചോളും. നീ അതിലേക്ക് മാത്രം നോക്കി മുന്നോട്ട്
മുന്നോട്ട് പോവുക. നിന്റെ ഉള്ളിലുള്ള പ്രകാശമാണ് നിന്നെ ലീഡ് ചെയ്യാൻ പോകുന്നത്. ആ വെളിച്ചത്തിലാണ് നിങ്ങളായിരിക്കാൻ പോകുന്നത്. അതല്ലാതെ നിന്റെ പുറമേ ഉള്ളവൻ എത്ര വലിയ ഇരുട്ട് കൊണ്ടുവന്നാലും നിനക്ക് നീതി നടത്തി തരുന്നവൻ, നിന്നെ സംരക്ഷിക്കുന്നവൻ സ്വർഗത്തിൽ ഇരുന്ന് ഉറക്കം തൂങ്ങുകയല്ല. കർത്താവ് നമ്മളെ നോക്കിക്കൊണ്ടേ ഇരിക്കുവാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മുടിനാരിഴ പോലും വീഴുന്നത് കർത്താവ് അറിയുന്നുണ്ടെങ്കിൽ എന്നെ പരിപാലിക്കാൻ എൻ്റെ അപ്പൻ അറിയാമെന്നുള്ള, എൻ്റെ അപ്പൻ അവിടെ ഉണ്ട് എന്നുള്ള ഒരു കുഞ്ഞിൻ്റെ കോൺഫിഡൻസ് തന്നെയാണ് അത്. എനിക്കൊരു അപ്പനുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസാണ്. ഇപ്പോൾ സ്കൂളിൽ കുഞ്ഞിനെ വിട്ടാലും അപ്പുറത്ത് അപ്പൻ നിൽക്കുന്നുണ്ടെന്ന് പറയാം. ഒരു ധൈര്യത്തിൽ അവിടെ അങ്ങ് ഇരിക്കുന്ന കുട്ടികളില്ലേ, അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ മടിയിൽ സുഖമായ ഒരു കുഞ്ഞിനെ പോലെ ഇരിക്കുകയോ ഉറങ്ങുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യും. എൻ്റെ ബലത്തിലല്ല, എന്നെപ്പോലെയുള്ള പലതിലൂടെയും കടന്നു വന്ന മനുഷ്യരുടെ ബലം എന്ന് പറയുന്നത് അവനെയൊക്കെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വലിപ്പമാണ്. ഈ ലോകം നിർമ്മിച്ചവനാണ് എൻ്റെ അപ്പൻ എന്ന ബോധ്യമുള്ള ഏതൊരു വിശ്വാസിയും തല ഉയർത്തി തന്നെ ജീവിക്കും. വരാനുള്ള പലതും വരുമായിരിക്കും, പക്ഷെ അതിനിടയിലൂടെയും വിജയിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവം അനുവദിക്കുന്ന പരാജയങ്ങൾ ഉണ്ടാകും, ഞാൻ വീണ്ടും പറയുന്നു. പക്ഷെ എൻ്റെ യാത്രയ്ക്ക് തടസ്സമൊന്നുമില്ലാതെ എന്നെ എവിടെ എത്തിക്കണോ അവിടെ എത്തിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. എന്തുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഈ യുദ്ധങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, അതൊരു ഭൗതികമായ യുദ്ധമല്ല, ഒരു പുറത്തുനിന്ന് ഏതോ ശത്രുരാജ്യം നമ്മളെ യുദ്ധം ചെയ്യുന്നതായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് നിങ്ങളൊരു ആന്തരികമായ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മനസ്സിലാക്കണം: ഇസ്രായേൽ എന്ന ജനത്തിന് പകരം നിങ്ങൾ എന്ന ഇസ്രായേലിനെ നിങ്ങൾക്ക് വെക്കണം. ഈ പലതരം ജനങ്ങൾ, പലതരം മനുഷ്യർ, പലതരം അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റ് ജനതകളെ, ഇസ്രായേലിന് ചുറ്റുമുള്ള മറ്റ് ജനതകളാണ്. ആരൊക്കെ എന്തൊക്കെ വലിപ്പമുള്ളവരുണ്ടായിക്കോട്ടെ, ശത്രു ഉണ്ടായിക്കോട്ടെ, ആരോഗ്യം കൂടിയവർ, ആയുധങ്ങൾ കൂടിയവർ, ആരൊക്കെ ഉണ്ടെങ്കിലും ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അവന് കാനാൻ ദേശത്തിലേക്ക് എത്താൻ വേണ്ടി ഇസ്രായേലിനെ ദൈവം നയിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങളെയും ദൈവം നയിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക, തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. തെറ്റ് ചെയ്താലും അനുരഞ്ജനപ്പെടാനുള്ള വഴികളുണ്ട്, അതിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നു വരിക. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടരുത്. ദൈവത്തിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യരുത്. ദൈവം നിങ്ങളെ പോറ്റിക്കൊള്ളും, ദൈവം നിങ്ങളെ നോക്കിക്കൊള്ളും. നിങ്ങളുടെ ശത്രുക്കളോട് നിങ്ങൾ പൊരുതുകയല്ല, നിങ്ങൾ ചെറുത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ ഉപദ്രവങ്ങളെ നിങ്ങൾ ബുദ്ധിപൂർവ്വമായി വിവേകപൂർണ്ണമായി ചെറുത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ശത്രുക്കളോട് പൊരുതുന്നത് ദൈവം തന്നെയാണ്. സന്തോഷമായിട്ടിരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഒന്നും നിങ്ങളെ തോൽപ്പിക്കാൻ പോകുന്നില്ല. നിങ്ങൾ അമൂല്യരാണ്. നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ദൈവവും സ്വർഗവും മാലാഖവൃന്ദവും എല്ലാവരും ഉണ്ടെന്ന് വിശ്വസിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.